നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയിരിക്കാന്ന് പറഞ്ഞു. അതെ, കുളിക്കാൻ പോയിരുന്നു. പുല്ല് പറിച്ചിട്ട് കുളിച്ചിട്ട് വന്നു. അപ്പൊ എവിടെ സ്ഥലം? ഞങ്ങള് ഗുരുവായൂര്. ഗുരുവായൂരാണ്. ആ, ഗുരുവായൂർ. ഇത് വൈഫ്. ടീച്ചറാണോ? അപ്പൊ നീയാണ് വിളിച്ചിട്ട് വന്നത്. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ പുല്ല് പറിക്കാൻ പോകും? എപ്പെങ്കിലും ഒരു ദിവസം പോകും. ലീവ് ടൈമിന് പോകും. ലീവ് ടൈം എല്ലാം പണിയെടുക്കും. എത്ര മക്കളാ? എനിക്ക് 2 കുട്ടികൾ. എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സീരിയസ് ജോലിന് പോകണം. പിന്നെ വേറെ സിനിമകളിലെ വേറെ അങ്ങനെ പോയിട്ടുണ്ട്. തമിഴ് പടത്തിന് പോയി. ഒരു 3 പടത്തിന് തമിഴിന് പോയി. അപ്പോൾ അവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 1-ാം തീയതിനായിരുന്നു പരിപാടിയുണ്ട്. നമ്മുടെ രാജ്യത്തിന് പരിപാടി. അങ്ങനെ പോകും. കിട്ടണത് പോകും. ശരിയാതെ വലിയ കിട്ടിയാൽ പോകും. വരാറുണ്ടോ? ആ, പിന്നെ ഗുരുവായൂർ അമ്പലത്തിന് വരും. ഇപ്പം ഇടയിൽ ഞാൻ ശബരിമല പോകാൻ വന്നിരുന്നു. പിന്നെ അത് കളഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടിക്ക് വന്നിരുന്നു. വരും, ഇടയ്ക്കിടയ്ക്കും വരും. ഗുരുവായൂർ കടന്നു പോകും. പോയി പരിപാടി ചെയ്തിട്ട് മക്കളെല്ലാം വീട്ടിൽ സന്തോഷമല്ലേ പോകുന്നത്? എല്ലാവർക്കും സന്തോഷമാണ്. നാട് മക്കൾക്കും സന്തോഷമാണ്. അട്ടപ്പാടിക്കാർക്കും സന്തോഷമാണ്. നമ്മുടെ മണർക്കാർ താഴെ ഇരിക്കുന്ന ജനങ്ങൾക്കും സന്തോഷമാണ്. അവർക്ക് എന്നെ പറ്റിയിട്ട് എനിക്ക് അവരെ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് എന്നെ സന്തോഷമാണ്. അങ്ങനെ നടക്കണം. എത്ര വയസ്സായി? എനിക്ക് 60 ഈ കൊല്ലത്തോടെ മുറിഞ്ഞു. ഇതാണ് എന്റെ വീട്. മുമ്പത്തെ വീട് ഇതാണ്. ഇപ്പൊ കെട്ടിരിക്കുന്ന വീട് മോളിൽ. ഇങ്ങനെ ആൾക്കാർ കാണാൻ വരാറ്, അങ്ങനെ വിശേഷം അന്വേഷിച്ച് വരാറൊക്കെ ഇല്ല? അയ്യോ, നോക്കൂ, ഓരോ ദിവസം പോലെ ആൾക്കാർ കാണാൻ വരും. അതൊരു സന്തോഷല്ലേ? പിന്നെ ഇന്നിപ്പോ ഒരുപാട് ജനങ്ങൾ വന്നു പോയി. നമ്മള് അട്ടപ്പാടിയിൽ വരുമ്പോൾ നെഞ്ചിയമ്മേനെ കാണണം എന്നൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. ഞാൻ ഇപ്പൊ 2-ാമത്തെ പ്രാവശ്യം വരുന്നത്. ഒരു പ്രാവശ്യം വന്നപ്പോ പറഞ്ഞു ആടിനെയും കൊണ്ട് കാട്ടിലേക്ക് പോയി, ഇനി വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ട് കുറച്ചു നേരം മുമ്പ് വന്നപ്പോ പറഞ്ഞു ഇതേമാതിരി പുല്ലരിയാൻ പോയിരിക്കുക, കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരുന്നു. അപ്പൊ ഞാനിപ്പോ നമ്മളുടെ അച്ഛന്മാരുടെ ഒരു ആശ്രമം ഉണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചു. പരപ്പന്തറ പോയിട്ട് വന്ന് ഈ സമയം സെറ്റായിട്ട് വന്ന് കറക്റ്റ് ടൈമിന് നമ്മൾ വരുമ്പോ അങ്ങനെ വീട്ടിനിരുന്നാ വന്ന് കാണും. ഇല്ലെങ്കിൽ എൻ്റെ പരിപാടിക്ക് ഞാൻ പോകും. ഇല്ലെങ്കിൽ വീട്ടിനിരുന്ന കശുവ് നോക്കാൻ പോകും, പുല്ല് വെട്ടാൻ പോകും. അങ്ങനെ പോകും. വീട്ടിന് തങ്ങി നിൽക്കില്ല. അപ്പൊ കണ്ടതിൽ വലിയ സന്തോഷം. അപ്പൊ ഇനിയും പ്രാർത്ഥന ഓർക്കണം. നമ്മള് പാടിയ പാട്ട് 2 വരി പാടാനല്ലോ. ഇല്ല അതൊന്നും ഇപ്പൊ ആര് വന്ന് ചോദിക്കാൻ ഞാൻ പാടില്ല. നല്ല യൂട്യൂബ് ചാനലിനുണ്ട്, ടിവിനുണ്ട്, എല്ലാത്തിനുണ്ട്. പിന്നെ എന്തിനാ ഞാൻ പാടണം? അത് മാത്രല്ല, ഒരൊറ്റ പാട്ടുകൊണ്ട് ഇത്രയും ഫേമസ് ആയ വേറെ ആൾ ഉണ്ടാവില്ല. അതാണ് സത്യമായിട്ട്. ഒരൊറ്റ പാട്ട് കൊണ്ട് ഇത്രയും ഫേമസ് ആയ ആൾ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അതേമാതിരി രാഷ്ട്രപതി അവാർഡ് കിട്ടിയത്, നാഷണൽ അവാർഡ് കിട്ടിയത്. മൊത്തം നിങ്ങൾ വീട്ടിനെ പോയി നോക്കണം. വീട്ടിനാണ് അവർ പോയി നോക്കിട്ട് വരി. പോണോ? ഇതാ ഒട്ടിക്കൊന്നു ഇവിടെ എത്ര വീടുണ്ട്? എല്ലാ ദിവസവും പുല്ലിന് പോവോ? എത്ര ആടുണ്ട്? 4 ഉണ്ട്. അതിനെ ഒന്ന് മറിച്ചു. വെറുതെ നമ്മൾ വീട്ടിൽ നിൽക്കുന്നതല്ലേ.
നടക്ക് വരാന്ന് പറഞ്ഞു. കറക്റ്റ് ടൈമില് കളിക്കുന്നു ഒരു സന്തോഷം ഇവിടെ വരിക കാണുക. എന്നിട്ട് ഫോട്ടോ പഠിക്കും നീ എടുത്തോ. അതല്ലാണ്ടൊക്കെ ചിരിച്ച് ചിരിച്ച് ഇവിടെ ഇരിക്കും കുറച്ച് നേരം. ഇതിനുണ്ട് ഇത് വെക്കാൻ തന്നെ ഒരു മേടമാതിരി പണിയാണ്. വേണം വേണം അതിൽ കിട്ടും അവാർഡ് കിട്ടിയത്. നമുക്ക് ഈ നെഞ്ചിയമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ഈ അവാർഡുകൾ അല്ലെങ്കിൽ ഇതേമാരത്തെ കാര്യങ്ങൾ വെക്കാൻ തന്നെ ഒരു പവലിയന്മാരിയുള്ള ഒരു സാധനമാണ്. അത്രമാത്രം അവാർഡുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊരു ട്രസ്റ്റ് മാതിരിയോ അല്ലെങ്കിൽ വേറെ അതേമാതിരി എന്തെങ്കിലും ഒരു കൂട്ടായ്മയുടെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് ഒരു പവലിയന്മാരി നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്താം ഒരു പ്രാവശ്യം. അതേമാതിരി തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഷെയർ ചെയ്യാൻ വരുന്ന തലമുറയ്ക്കും ആൾക്കാർക്കും ഇതൊരു മാതൃകയാവട്ടെ. അതേമാതിരി തന്നെ ഇന്ത്യയിലെ ഒറ്റ സിനിമയിലെ പാട്ട് കൊണ്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളും നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടാവില്ല. അതേമാതിരി തന്നെ നമുക്ക് പാലക്കാട് വരിക അല്ലെങ്കിൽ മണ്ണാർക്കാട് വരിക അല്ലെങ്കിൽ അട്ടപ്പാടി വരിക സൈലന്റ് വാലിയിൽ വരിക എന്ന് പറയുമ്പം ഈ പ്രദേശങ്ങളൊക്കെ കാണുന്നതോടൊപ്പം തന്നെ നെഞ്ചിയമ്മേനും കൂടി കാണാണ്ട് പോയ ഈ അട്ടപ്പാടിയിൽ വന്നത് പൂർണ്ണാവില്ല. അതുകൊണ്ടാണ് കാണുന്നത്. ജനങ്ങളും മുഖ്യനിക്ക് ഇപ്പുറത്ത് വന്ന എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അന്ന കേരളത്തിനെ മുഖ്യാലി ഏതെന്ന് അറിയില്ല ജനങ്ങൾക്ക്. ഞങ്ങൾക്ക് മണ്ണാർക്കാട് ഏതെന്ന് അറിയില്ല. അങ്ങനെയാണ് ജീവിത കാലഘട്ടം. ഇപ്പോൾ എന്നെ തേടിയാണ് നമ്മൾ പുറത്തേക്ക് ഇരുന്ന് വരുന്നവർ ചോദിച്ചു വരുന്നത്. അവരെ തേടിയാണ് ഞാൻ മണ്ണാർക്കാടിന് പോയി നാളെ ഇറങ്ങി മക്കളോട് പരിചയപ്പെട്ട് ചിരിച്ച് കളിച്ച് വരുന്നത്. ഇപ്പോൾ എനിക്ക് സന്തോഷമാണ്. അതിന് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇന്ന് തന്നെ വന്നപ്പോ എന്താ പറയുന്ന പുല്ലരിയാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പൊ ഒരു നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഇതേമാതിരി അവാർഡ് മേടിക്കുന്ന ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാള് ആടിന് വേണ്ടിയിട്ട് പുല്ലരിയാൻ ദൈനംദിനമായിട്ടുള്ള പ്രവൃത്തിയിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. സത്യം. എനിക്ക് അതില്ലാതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ അതിനെ ജനിച്ചു വന്നവരാണ്. അതിനെ നമ്മൾ മുമ്പോട്ട് വലിയതായി വന്നവരാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇത് വലിയത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പം നമ്മൾ ഒരു കടനെ പോയി പാല് വാങ്ങിയാൽ അതിന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നു. നമ്മൾ തന്നെ അതിനെ ചോദിച്ചു അതിന് നമ്മുടെ കയ്യിൽ പിടിച്ചു നിർത്തി അതിന് നമ്മൾ അവിടെ കൊടുക്കുന്ന പാൽ നമ്മുടെ വീട്ടിൽ ചിലവിനാകല്ലേ. അതാണ് പുല്ലറിയാൻ പോകുന്നത്. അതാണ് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്. അതാണ്. അപ്പൊ നമ്മൾക്കും നമ്മുടെ വീട്ടിലും ചെലവാകും. പിന്നെ നമ്മൾക്ക് 4 കിലോ 5 കിലോ ഒക്കെ പാൽ ജാസ്തി കിട്ടിയാൽ ഞങ്ങൾ ചോട്ടിന് വിടും.
അതിന് 10 രൂപയ്ക്ക് കിട്ടും. അത് ഏതെങ്കിലും ഒരു ദിവസത്തിന് അത് ഏതെങ്കിലും ഒരു ചെലവിന് അത് കിട്ടും. അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇനി ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനെ നോക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി ആടിനെ ജീവിച്ചവളാണ്, പശുവിനെ ജീവിച്ചവളാണ്. എല്ലാത്തിനും എനിക്ക് ഉപയോഗിച്ച് എത്ര എനിക്ക് ശരീരമൊക്കെ എനിക്ക് തന്നാൽ എൻ്റെ ആടുമാടിനെ ഞാൻ കിട്ടില്ല. അപ്പൊ ഇത്രയും നേരം നമ്മളോട് പെരുമാറിയതിന് സന്തോഷം. അപ്പൊ എല്ലാ കാര്യങ്ങളും എന്നെ അങ്ങനെ പറയും, കുറെ ആളുകൾ പറയും നഞ്ചമ്മൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടും കൂടി നഞ്ചമ്മ ഇനിയും പശുവിനെ പോകണം, ആടിനെ പോകണമെന്ന്. അത് എൻ്റെ ഒരു കഴിവാണ്. അതിനാണ് ഞാൻ മുമ്പോട്ട് വന്നത്. ഒരു കാലഘട്ടത്തിന് 10 രൂപ കിട്ടാതെ പോകുന്ന ടൈമിന് ഇതിനെ നമ്മൾ കൊടുത്തിട്ടാണ് കുട്ടികളെ പഠിക്കാൻ വെച്ചത്. ഇതിന് 5000 രൂപയ്ക്ക് 6000 രൂപയ്ക്കൊക്കെ ഞങ്ങൾ വില കെട്ടി കൊടുത്തിട്ട് കുട്ടികളെ പഠിക്കാൻ കൊണ്ടുപോകും ആ ടൈമിന്. അപ്പൊ അത് നമുക്കൊരു ഉപകാരമാകുന്ന ഒരു മുതലാണ്. അപ്പൊ നമ്മൾ ബാങ്കിനെ പൈസ അറിഞ്ഞാൽ പെട്ടെന്ന് കിട്ടൂല. അതിന് കുറെ 2 ദിവസം 3 ദിവസമൊക്കെ അവർ ഇഴുത്തടിക്കും. ഇതിന് അങ്ങനെയല്ലല്ലോ. കണ്ണിട്ടിട്ട് എടുത്ത് കൊടുത്ത പൈസ അപ്പത്തന്നെ നമ്മുടെ കയ്യിൽ പൈസക്ക് വാങ്ങിയിട്ടാണ് അതിനെ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കാര്യം അത് ചെയ്യുമോ? അത് മാത്രല്ല, ഇവിടെ വളർത്തുന്ന ആടിന്, അട്ടപ്പാടിയിൽ വളർത്തുന്ന ആടിന് ഔഷധ ഗുണം ഉണ്ടാവും. കാരണം കാട്ടിലെ പുല്ലും ഇതെല്ലാം കൊടുക്കുന്നത്. ഞങ്ങളെല്ലാം മെലിനെ ഓട്ടി വിടും. ഫോറസ്റ്റ് വനന്തരത്തിനെ ഓട്ടി വിടും. അവർ മേന്നിട്ടാണ് ഓടി വരുന്നത്. നമ്മൾ ഒന്നും വെട്ടിക്കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. അവരിങ്ങനെ കാട്ടി വിട്ട് അവർ പോകും. ഇതിപ്പോ ആരുടെ കൂടെ താമസിക്കുന്ന? മൂത്ത മകന്റെ കൂടെ? മകന്റെ ആണ് ഇതിന്. മകൾ താഴത്തെ വീട്ടിൽ. 2 പേര് ഫ്രണ്ട് വീട്. മകൾ അവിടെ, മകൻ ഇവിടെ. 2 പേരും അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ അതാണ് മരുമകൾ. അവളുടെ കുട്ടികളാണ് 2. ഒരു കുട്ടി ഉറങ്ങുന്നതാണ്, ഒന്ന് കളിക്കുന്നത്. 2 ആൺകുട്ടികളാണ്. അവനക്ക് 2 ആൺകുട്ടികൾ. മകൾ പിന്നെ കുട്ടികളില്ല, കുറെ കൊല്ലായി. അപ്പൊ അങ്ങനെ കിടക്കുന്നു. അപ്പൊ സന്തോഷം. ശരിയാ. നിങ്ങൾ ഇത്ര നേരം വന്ന് എന്നോട് സംസാരത്ത് ഞാൻ ഒരു പണിക്ക് പോയി വരുന്ന ആള് പോലെയാണ് വന്നത്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളെ കാണുമ്പോഴേക്ക് എനിക്കൊരു സന്തോഷമായി, എന്നെ കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് സന്തോഷമായി. ഇതെല്ലാം നമ്മൾ ഒന്നിനെ കൊണ്ടുപോകില്ലമ്മ. ഇതാണ് ഗുണമായുമ്പോക്കെ നമ്മൾ വരുന്നതാണ്. എത്ര നമ്മൾ ഉണ്ടാക്കിയാൽ പോകുന്ന ടൈമിന് ഇങ്ങനെ കയ്യിൽ വെച്ചാൽ നമ്മൾ പോകുന്നത്. സന്തോഷം എപ്പോഴും നമ്മുടെ മനസ്സിൽ സന്തോഷം കിട്ടണം. അതാണ് മനുഷ്യന്മാരുടെ നമ്മൾ ഉപയോഗിക്കുന്ന സന്തോഷമാണ്. അതിനെക്കാട്ടി ഒന്നുമില്ല. നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും അങ്ങനെ വെച്ചിട്ടാണ്. അത് ഏത് വഴി കൂടെ നമ്മളെ കൊണ്ടുപോകുന്ന അറിയില്ല. നമ്മുടെ വീട്ടിലെ കൊണ്ടുപോകണോ, ഇല്ല പുറത്തേക്ക് കൊണ്ടുപോകണോ, പോകണ വഴി കൂടെ നമ്മുടെ വീട്ടിനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. ഞാൻ ഏത് മക്കൾ വന്നാലും കാര്യമില്ല. അതിൻ്റെ ഒരു സന്തോഷം. ഇന്ന് മാത്രമല്ല, കുറേ കാലത്തിലിരുന്ന് കുട്ടികളുടെ ഞാൻ കളിച്ചവരാണ്. അതുകൊണ്ടിട്ട് ജനങ്ങളോടാണ് എനിക്ക് ജനമില്ലാതെ, മനുഷ്യന്മാരില്ലാതെ ഞാൻ ഉപയോഗിക്കില്ല. എൻ്റെ വീട്ടിലിരിക്കില്ല. ജനങ്ങളോട് ഒപ്പണിക്കുന്നവരാണ്. എല്ലാ മക്കളുടെ ഒപ്പണി, എല്ലാ വീട്ടിങ്ങനെ ഒപ്പം വരും. എല്ലാത്തിനെയും പങ്കെടുക്കും. ഒന്നിനെ വിട്ട് കളയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു നെഞ്ചമാണ്. സത്യമായിട്ട് നിങ്ങൾ വേറെ ഞാൻ വേറെ പറയില്ല. നിങ്ങൾ ഏതിനെ വിളിച്ചാൽ അതിനെ പങ്കെടുക്കുന്നത്. അങ്ങനെ വരണ ഒരു ആളാണ്. അതുകൊണ്ടാണ് ഇന്ന് മക്കൾ ഓടി വരുന്നത്. മൊത്തം പട്ടാമ്പി, മഞ്ചേരി, മലപ്പുറം ജില്ല അങ്ങനത്തെ ആളുകളാണ്. അതാണ് ഞാൻ ഗുരുവായൂർ വന്നിട്ടുണ്ട്, കുറെ വന്നിട്ടുണ്ട്. അമ്പലത്തിന് വന്നിട്ടുണ്ട്. അമ്പലത്തിന് വന്നിട്ട് കുറെ ആളുകൾ കണ്ടു, ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ ശബരിമല പോകണതല്ലേ, അപ്പം അങ്ങനെ പോയി. പിന്നെ ശബരിമല പോയിട്ട് കുറെ ജനങ്ങൾ കണ്ടു. അതിന് മേലെ കൂടെ ഓടി വന്നു ഫോട്ടോ എടുക്കാൻ നമ്മുടെ സാർമാർ കണ്ടു. പിന്നെ അതിനെ നിന്ന് കൊടുത്തു. അങ്ങനെ വരും, കാണുന്ന വരും, ഫോട്ടോ എടുക്കും. നമ്മുടെ രാജ്യ മക്കളെ ശബരിമലനെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവർ കണ്ടു. ഗുരുവായൂർ, കണ്ണൂർ, കാസർഗോഡ്, നമ്മുടെ എറണാകുളം കുട്ടികളാണ്, അവിടെ പാലക്കാട് കുട്ടികളാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് അറിയും എന്നെ. ഞാൻ പോകുമ്പോഴേക്ക് തന്നെ അവരെന്നെ കണ്ടു. രണ്ടുമൂന്ന് ചായ കുടിക്കണോ, ഭക്ഷണം കഴിക്കണോ, വരി എന്നെ വിളിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഏത് സ്ഥലം കുട്ടികളെ പറയുമെന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്തിനാണ് ഇരുന്ന് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ മക്കളെ, എൻ്റെ മക്കളെ
ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിക്കും കേട്ടോ. അങ്ങനെ പോയി പരിചയപ്പെട്ട് അവിടെ പോയിട്ടും പരിചയപ്പെട്ടു കുട്ടികളുടെ അവർക്ക് മൊത്തം പരിചയം. അതാ ദുബായിനെ പോയിട്ട് ഇവിടെ ഇരുന്ന് ദുബായിനെ പോയിട്ട് ഞാൻ പറഞ്ഞു അയ്യോ എനിക്കറിയാത്ത ആളുകളാണ് അവിടെ ഇരിക്കുന്നത്, ഭാഷ അറിയില്ല, എങ്ങനെ ഞാൻ പോയി വരും എന്നാണ് എൻ്റെ മനസ്സിൽ വെച്ച് പോയത്. എൻ്റെ വീട്ടിൽ വന്ന കുട്ടികൾ ഒരുപാട് കുട്ടികളാണ് അവിടെ ജോലി ചെയ്യുന്നത്, പഴക്കടയിലൊക്കെ ജോലി ചെയ്യുന്നു. അവർ ചിരിച്ച് കളിച്ചോണ്ട് എന്നെ കുറേ നേരം വെച്ചിരുന്നു. പിന്നെ അവർ എനിക്ക് പളകളൊക്കെ എടുത്ത് നല്ല പേക്ക് പണി തന്നു, എന്നെ എയർപോർട്ടിന് കയറ്റിപ്പോയി. അതാണ് നമ്മുടെ മക്കളുടെ ഒരു നിർദ്ദേശം. എനിക്കൊന്നും വേണ്ട, മക്കളെല്ലാം അപ്പൊ ശരി ശരിയാണ്. എന്നാൽ ഇനി പോയി ചേരണ്ടേ, ഗുരുവായൂർ പോകണ്ടേ? എത്ര മണി? 10-11. ഞങ്ങൾ ഇന്ന് ഇവിടെ വീട്ടിൽ നിൽക്കും. ഇവിടെ ഇവര് അട്ടപ്പാടിയിലാണ്. എന്റെ ചേച്ചിയാണ്. അതെ. അപ്പൊ നാളെ പോകുള്ളൂ. ഓ വീടാണല്ലേ, പിന്നെ എന്തിനാ പോകണു? ഇനി 10 ദിവസമായിരുന്നു. ഒരു ഫോട്ടോ എടുക്കണം. അപ്പൊ സന്തോഷം. ശരി, നിങ്ങൾ പോയി സന്തോഷമായിട്ട് പോയി ചേരണോ, വന്ന് ചേരണോ കേട്ടോ. ഇനി ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ. വരും. ഞാൻ മരിക്കണ വരെയും വരും. പിന്നെ മറിച്ച കഴിച്ചിന് ആര് വരണം, ഏത് മക്കളാണ് തെറ്റിയെടുക്കുന്നത് കിട്ടിയപ്പാ. സന്തോഷമായിട്ട് പോയിട്ട് വരും കേട്ടോ. മക്കളാണ് നോക്കി. കോട്ടയത്തുകാര്, കോട്ടയത്ത് ഒരു ഭർത്താവും ഭാര്യ, 2 പെൺകുട്ടികളാണ്. അവരല്ലേ ഇവിടെ വയനാട്ടിന് പോയി വീട് വെച്ച് ഞാനാണ് പോയി ഉൾപ്പെടെ ചെയ്ത് 10 വീട്, അടിപൊളി വീടാണ്. 10 വീടൊക്കെ കെട്ടി ഞാൻ പോയി ഒരു ദിവസം ഇരുന്നിട്ട് താക്കോൽ കൊടുത്ത് ഉൾപ്പെടാൻ ചെയ്തിട്ട് വരണം. അപ്പൊ ശരി, പോയിട്ട് വരണം കേട്ടോ. ദിവസമായിട്ട് പോയി ഇന്ന് ഇരുന്ന് നാളെയാണ് പോകുന്നത്. ശരിയാണ്.